നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. അടിമത്തത്തിന് ഏകദേശം 10,000 വർഷത്തെ പഴക്കമുണ്ട്. ഇത് പുരാതന കാലം മുതൽ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമാണ്. മെസോപ്പൊട്ടേമിയ, ഈജിപ്റ്റ്, റോം, ഗ്രീസ്, ചൈന, ഇന്ത്യ തുടങ്ങിയ സംസ്കാരങ്ങളിൽ അടിമത്തം വ്യാപകമായി തന്നെ കാണപ്പെട്ടിരുന്നു. യഹൂദരുടെ തോറ, ഹമ്മുറാബിയുടെ നിയമസംഹിത, സ്മൃതികൾ, അർത്ഥശാസ്ത്രം തുടങ്ങിയവയിലെല്ലാം അടിമകളെക്കുറിച്ച് ഉള്ള നിയമങ്ങൾ പ്രതിപാദിക്കുന്നുമുണ്ട്. ക്രിസ്തുവിന് മുൻപ് 3500-ൽ മെസോപ്പൊട്ടേമിയയിലും ക്രിസ്തുവിന് മുമ്പ് 3000-നും 1000-നും ഇടയിൽ ഈജിപ്ഷ്യൻ, അസീറിയൻ, ബാബിലോണിയൻ തുടങ്ങിയ സംസ്കാരങ്ങളിലും അടിമത്തം നിലനിന്നിരുന്നു. പുരാതന നിയമങ്ങളിൽ അടിമകളെക്കുറിച്ചുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് യഹൂദരുടെ തോറയിലും ഹമ്മുറാബിയുടെ നിയമസംഹിതയിലും പ്രാചീന ഭാരതത്തിലെ സ്മൃതികളിലും കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിലും ഇതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാവുന്നതാണ്. ആധുനിക കാലഘട്ടത്തിൽ അടിമത്തത്തിനെതിരെ ശക്തമായ പ്രചാരണങ്ങളും നിയമനിർമ്മാണങ്ങളും നടന്നു. ഇത് ലോകമെമ്പാടും അടിമത്തത്തിന്റെ പൂർണ്ണമായ നിരോധനത്തിലേക്ക് നയിച്ചു. അടിമത്തത്തിന്റെ ചരിത്രം നമുക്കൊന്ന് നോക്കാം. ശരീരവും ജീവനും കുടുംബവും മറ്റൊരാൾക്ക് അധീനമാക്കപ്പെട്ട നിലയിൽ ജീവിതം നയിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് അടിമത്തം എന്നറിയപ്പെടുന്നത്. ഒരു മനുഷ്യൻ അന്യന്റെ സമ്പൂർണ്ണ അധികാരത്തിന് വിധേയനായിത്തീരുന്ന സ്ഥിതിയാണ് അടിമത്തം. ഇത് 1926-ൽ ലീഗ് ഓഫ് നേഷൻസ് ഇതിനെ നിർവചിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: അന്യന്റെ സമ്പൂർണ്ണ അധികാരത്തിന് അധീനനായിത്തീരുന്ന മനുഷ്യൻ ഉടമസ്ഥന്റെ ജംഗമ വസ്തു അഥവാ ചലിക്കുന്ന സ്വത്ത്, മൂവബിൾ പ്രോപ്പർട്ടി ആയിത്തീരുന്നു. അടിമ ഉടമസ്ഥന്റെ വസ്തു അല്ലെങ്കിൽ വക ആണെന്ന സങ്കല്പം അടിമ സമ്പ്രദായത്തിൽ ഉടനീളമുണ്ട്. അടിമത്തം എവിടെ, എന്ന്, എങ്ങനെ തുടങ്ങിയെന്ന് ഉറപ്പിച്ചു പറയുവാൻ സാധിക്കില്ല. മാനുഷിക അവകാശങ്ങൾ യാതൊന്നും ഇല്ലാതിരുന്ന അടിമ ചരിത്ര കാലോദയം മുതൽ തന്നെ അസ്വതന്ത്രനായിരുന്നു. സുവർഗത്തിൽപ്പെട്ടവരെ അടിമയാക്കുന്നതിൽ സ്വാഭാവികമായ വിമുഖത മിക്കയിടങ്ങളിലും കണ്ടിരുന്നു. അന്യനാടുകളിൽ നിന്ന് അടിമകളെ സമ്പാദിക്കുവാൻ അതിപ്രാചീന മാർഗം യുദ്ധം തന്നെയായിരുന്നു. സംഘടിത ശക്തിയും കേന്ദ്രീകൃതമായ അധികാരവും വൻതോതിലുള്ള കൃഷിയും വ്യവസായവുമെല്ലാം അടിമത്തത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായി. ചില പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ നിയമത്തിന്റെ കണ്ണിൽ അടിമ ഒരു വ്യക്തിയെ അല്ലായിരുന്നു. അടിമകൾ പലപ്പോഴും യുദ്ധ തടവുകാരോ കടക്കാരോ ആയിരുന്നു. ഇവർ കടൽക്കൊള്ളയുടെയും തട്ടിക്കൊണ്ടുപോകലിന്റെയും ഇരകളായിരുന്നു. വീട്ടുവേലക്കാരോ തൊഴിലാളികളോ പട്ടാളക്കാരോ ആയി പോലും ഇവർ ജോലി ചെയ്യാൻ നിർബന്ധിതരായി. 15-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച അറ്റ്ലാന്റിക് കടന്നുള്ള അടിമ വ്യാപാരം അടിമത്തത്തിന്റെ ഏറ്റവും ക്രൂരവും വ്യാപകവുമായ ഘട്ടത്തെ അടയാളപ്പെടുത്തുന്നതായിരുന്നു. ദശലക്ഷക്കണക്കിന് ആഫ്രിക്കക്കാരെ പിടികൂടുകയും വിൽക്കുകയും അമേരിക്കയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അവിടെ അവർ ഭയാനകമായ സാഹചര്യങ്ങളിൽ തോട്ടങ്ങളിൽ ജോലി ചെയ്യാൻ നിർബന്ധിതരായിരുന്നു. അടിമകൾ ചെയ്യാൻ നിർബന്ധമായിരുന്ന തൊഴിലുകളുടെ പട്ടിക വളരെ നീണ്ടതാണ്. തോട്ടിപ്പണി തൊട്ട് മന്ത്രിജോലി വരെ അടിമകൾ ചെയ്തിരുന്നു. ഗ്രീസിൽ അടിമകൾ ചെയ്തിരുന്ന പ്രവൃത്തികളിൽ പ്രയാസമേറിയത് ഖനികളിലെ ജോലിയായിരുന്നു. തോട്ടിപ്പണി, കൃഷിപ്പണി, വ്യവസായശാലകളിലെ പണി മുതലായ ജോലികൾ ചെയ്യുന്നവരും കണക്കപ്പിള്ള, എഴുത്തുകാർ, കച്ചവടക്കാർ, അധ്യാപകർ, നടന്മാർ, ഗുസ്തിക്കാർ, കാവൽക്കാർ, പട്ടാളക്കാർ, മല്ലന്മാർ, വേശ്യകൾ, സുൽത്താന്മാരുടെയും പ്രഭുക്കളുടെയും അന്തപുരാംഗങ്ങൾ എന്നിവരെല്ലാം ഈ പട്ടികയിൽ ഉൾപ്പെടുന്നതാണ്. അടിമയിൽ നിന്നും സ്വതന്ത്രനായി തീർന്ന പാസിയോൺ കിഴക്കൻ ഗ്രീക്ക് സാമ്രാജ്യത്തിലെ ഏറ്റവും പേരുകേട്ട ബാങ്കറായിരുന്നു. അതുപോലെ സിസറോവിന്റെ സെക്രട്ടറി ആയിരുന്നതും അദ്ദേഹത്തിന്റെ കത്തുകൾ പ്രസാദനം ചെയ്തതും ടിറോ എന്ന അടിമയായിരുന്നു. AD 13-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ രാജാധികാരം കൈക്കലാക്കിയ മാംലൂക്കന്മാർ അടിമകളായിരുന്നു. അടിമത്തത്തെ പറ്റിയുള്ള ആദ്യകാല ചരിത്ര രേഖകൾ കാണുന്നത് ബാബിലോണിയയിലാണ്. സുമേറിയൻ, സെമിറ്റിക് വിഭാഗങ്ങളുടെ കലർപ്പായിരുന്ന ബാബിലോണിയൻ സങ്കര സമുദായത്തിൽ 3 വിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്: പ്രഭുക്കൾ, സാധാരണക്കാർ, അടിമകൾ. ഹമ്മുറാബിയുടെ ആദ്യ ബാബിലോണിയൻ സാമ്രാജ്യ സ്ഥാപകനായ ഹമ്മുറാബിയുടെ നിയമസംഹിതയനുസരിച്ച് അടിമകൾക്ക് സ്വത്തവകാശം പോലും ഉണ്ടായിരുന്നു. അവർക്ക് വിവാഹം ചെയ്യാമായിരുന്നു. ഒളിച്ചു രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്ന അടിമകളെ മാത്രമേ പൂട്ടിവെച്ചിരുന്നുള്ളൂ. ഈജിപ്തിലെ വൻ പിരമിഡുകൾ നിർമ്മിക്കുന്നതിന് അടിമകളെ ഉപയോഗിച്ചിരുന്നു എന്നും ഇല്ല എന്നും 2 വാദങ്ങൾ ചരിത്രകാരന്മാർക്കിടയിൽ ഉണ്ട്. അടിമകളോടുള്ള പെരുമാറ്റം പലപ്പോഴും ക്രൂരവും മനുഷ്യത്വരഹിതവും തന്നെയായിരുന്നു. ചരിത്രകാലത്ത് ഗ്രീസിലെ അടിമകളുടെ എണ്ണം ഒരുപാട് വർദ്ധിച്ചിരുന്നു. അവിടെ ഉടമകൾക്ക് അടിമക്കുട്ടികളെ വളർത്തിയെടുക്കുന്നത് ലാഭകരമല്ലാത്തതുകൊണ്ട് വേണ്ടാത്ത കുട്ടികളെ വിൽക്കുന്ന പതിവും ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ കന്നുകാലികളെ ചെയ്യുന്നത് പോലെ തന്നെ. യുദ്ധവും ആൾപിടുത്തവും വ്യാപാരവും വഴി ഗ്രീക്കുകാരും വിദേശീയരുമായ അടിമകളുടെ എണ്ണം വളരെ വർദ്ധിച്ചു.
സിറിയ, പോണ്ടസ്, ലിഡിയ, മലേഷ്യ, ഈജിപ്റ്റ്, അബിസീനിയ, ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്നെല്ലാം അടിമകൾ ഗ്രീക്ക് നഗരത്തിൽ എത്തിയിട്ടുണ്ട്. ഏഷ്യൻ അടിമകൾക്കായിരുന്നു വലിയ വില. വിദേശങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിനായി ഗ്രീസിലെ അടിമപ്പെണ്ണുങ്ങൾക്കും നല്ല വിലയുണ്ടായിരുന്നു. ഏഥൻസ് നഗരത്തിലെവിടെയും അടിമകളെ കാണാമായിരുന്നു. ഏഥൻസ് മുതലായ സ്റ്റേറ്റുകളിൽ അടിമ വിൽപ്പന നികുതി ഒരു നല്ല ധനാഗമ മാർഗമായിരുന്നു. അവിടെ ഗവൺമെന്റുകൾക്കും അടിമകൾ ഉണ്ടായിരുന്നു. തുറമുഖങ്ങളും റോഡുകളും മറ്റ് പൊതുമരാമത്തുകളും നാണയമടിക്കലും എല്ലാം നിർവഹിച്ചിരുന്നത് ഇത്തരം അടിമകളായിരുന്നു. ഏഥൻസിലെ പോലീസുകാർ സിതിയൻ വില്ലാളികളായിരുന്നു. ആരാച്ചർമാരും സഹായികളും അടിമകളായിരുന്നു. ഗവൺമെന്റ് ഖനികളിൽ തൊഴിൽ ചെയ്തിരുന്നതും അടിമകൾ തന്നെ. ധാരാളം അടിമകൾ ഉണ്ടായിരുന്ന പ്രമാണിമാർ അടിമകളെ വാടകയ്ക്കും കൊടുത്തിരുന്നു. മെരുക്കുവാൻ പ്രയാസമുള്ള അടിമകളെ, പ്രത്യേകിച്ച് ദൂരദേശങ്ങളിൽ പണിയെടുക്കുന്നവരെ ചങ്ങലയിട്ട് ബന്ധിക്കുന്ന പതിവ് ഗ്രീസിൽ നിലനിന്നിരുന്നു. യജമാനന്മാരുടെ ക്രൂരമായ മർദ്ദനത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് അടിമകൾക്ക് ചില കാവുകളും ക്ഷേത്രങ്ങളും രക്ഷാസങ്കേതങ്ങളും ഉണ്ടായിരുന്നു. യജമാനന്മാരുമായുള്ള കരാർ പ്രകാരമോ മരണപത്രം വഴിയോ ക്ഷേത്രങ്ങളിലേക്ക് വഴിപാട് കൊടുത്തോ അടിമയ്ക്ക് വിമുക്തനാകാം. എന്നാൽ വിമുക്തനായ അടിമയ്ക്ക് പൗരത്വമൊന്നും കിട്ടുകയില്ല. അവന്റെ നില വിദേശിയായ ഒരു കുടിയേറ്റക്കാരൻ്റേത് മാത്രമായിരിക്കും. അറ്റ്ലാന്റിക് കടന്നുള്ള അടിമ വ്യാപാരത്തിൽ മിഡിൽ പാസേജ് എന്നറിയപ്പെടുന്ന യാത്ര പ്രത്യേകിച്ച് ഭയാനകമായിരുന്നു. സഞ്ചരിക്കാൻ ഇടമില്ലാത്ത കപ്പലുകളിൽ ആഫ്രിക്കക്കാരെ കുത്തി നിറച്ചിരുന്നു. പലരും അമേരിക്കയിൽ എത്തുന്നതിന് മുൻപ് രോഗം, പോഷകാഹാരക്കുറവ് അല്ലെങ്കിൽ ദുരുപയോഗം എന്നിവയാൽ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. പുതിയ സ്ഥലത്തെത്തുന്ന അടിമകൾക്ക് കഠിനമായ അധ്വാനം നേരിടേണ്ടി വന്നിരുന്നു, പ്രത്യേകിച്ച് പഞ്ചസാര, പരുത്തി, പുകയില തോട്ടങ്ങളിൽ. അച്ചടക്കവും അനുസരണയും നടപ്പിലാക്കുന്നതിനായി അവർ ചാട്ടവാറടി, ബ്രാഞ്ചിങ്, ഇരുമ്പ് പഴിപ്പിച്ച് ശരീരഭാഗങ്ങളിൽ എക്കാലവും മായാത്ത പാടുകൾ സൃഷ്ടിക്കുന്നത്, അതുപോലെ അംഗഭംഗം എന്നിവ ഉൾപ്പെടെ ശാരീരിക ശിക്ഷകൾക്ക് അടിമകളെ വിധേയരാക്കിയിട്ടുണ്ട്. ഒറീസയിലെ പിന്നാക്കം നിൽക്കുന്ന ചില ജില്ലകളിൽ 1966-67 ക്ഷാമകാലത്ത് നിരവധി കുട്ടികൾ വിൽക്കപ്പെട്ടിരുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. 15 മുതൽ 50 രൂപ വിലയ്ക്കാണ് അന്നവർ വിൽക്കപ്പെട്ടിരുന്നത്. ദക്ഷിണേന്ത്യയിലെ അടിമ സമ്പ്രദായത്തിന് എത്ര പഴക്കമുണ്ട് എന്ന് പറയാൻ പ്രയാസമാണ്. പണിയർ, പറയർ, പുലയർ, ചെറുമർ, പിള്ളർ മുതലായ ആദിമ നിവാസികളെ ഓരോ പ്രദേശങ്ങളിലെ പ്രമാണിമാർ കീഴടക്കി ബലം പ്രയോഗിച്ച് അടിമകളാക്കിയിരിക്കണം. ഈ അനുമാനമാണ് ഏറെക്കുറെ ശരിയാകുന്നത്. അടിമ വ്യക്തികൾക്കു പകരം പ്രധാന തൊഴിലായ കൃഷിപ്പണിക്കായി അടിമജാതികൾ തന്നെ ഇവിടെ ഉണ്ടായി. അടിമജാതികൾ ഉണ്ടായിരുന്നതുകൊണ്ട് അല്പാൽപ്പം കൈമാറ്റങ്ങളല്ലാതെ വൻതോതിലുള്ള അടിമ വ്യാപാരം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ചില രാജാക്കന്മാർ അവരുടെ ആർഭാടത്തിനു വേണ്ടി കുറച്ച് വിദേശീയ അടിമകളെ വാങ്ങിയിരുന്നു. അടിമകളെ തുറമുഖങ്ങളിൽ വിൽക്കുന്ന പതിവ് ഇന്ത്യയിൽ തുടങ്ങിയത് പറങ്കികളുടെ വരവിനു ശേഷമാണ്. അടിമകളെ വിൽക്കുന്നവരിൽ നിന്ന് മധ്യകാല കേരളത്തിൽ അടിമപ്പണം എന്നു പേരുള്ള വിൽപ്പന നികുതി ചില രാജാക്കന്മാർ പിരിച്ചിരുന്നു. തെക്കേ ഇന്ത്യയിലെ, വിശേഷിച്ച് കേരളത്തിലെ അടിമത്തത്തെപ്പറ്റി വിശ്വസനീയമായ വിവരങ്ങളൊന്നും തന്നെയില്ല. 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഡോക്ടർ ബുക്കാനൻ മലബാറിലെ അടിമകളെപ്പറ്റി എഴുതിയിട്ടുള്ളതിന്റെ ചുരുക്കം ഇതാണ്: ചെറുമരാണ് കൃഷിപ്പണിക്കാരിൽ ഭൂരിഭാഗവും. ഉടമകളുടെ ജന്മസ്വത്താണ് അവർ. ഭൂസ്വത്തിന്റെ ഒരു ഭാഗമായി അവരെ ഗണിക്കുന്നില്ല. അവരെ ഇഷ്ടപ്പടി കൈമാറാം. ഭർത്താവിനെയും ഭാര്യയെയും വേർപിരിക്കരുത് എന്നൊരു നിയമമുണ്ട്. കുട്ടികളെ പക്ഷേ തനിയെ വിൽക്കാം. പണിയെടുക്കാൻ പ്രാപ്തിയുള്ള ചെറുമന് 2 ഇടങ്ങഴി നെല്ലാണ് ദിവസക്കൂലി. അടിമകളെ ജന്മമോ കാണമോ പാട്ടമോ ഒക്കെയായാണ് കൈമാറുന്നത്. ഒരു ജോഡി, ഒരാണ് ഒരു പെണ്ണ്, അങ്ങനെയുള്ള ഒരു ജോഡിക്ക് ജന്മവില 250 മുതൽ 400 പണമാണ്. പാട്ടത്തിനാണെങ്കിൽ പുരുഷന് 8 പണവും സ്ത്രീക്ക് 4 പണവും. മറ്റ് വസ്തുക്കൾ വിൽക്കുമ്പോൾ എഴുതുന്ന പ്രമാണങ്ങൾ അടിമകളെ വിൽക്കുമ്പോഴും വിൽക്കുന്നവൻ എഴുതി കൊടുത്തിരുന്നു. അടിമത്തം നിർത്തലാക്കൽ സുദീർഘവും ശ്രമകരവുമായ ഒരു പ്രക്രിയയായിരുന്നു. അടിമത്തത്തിനെതിരായ ചെറുത്തുനിൽപ്പ് സമ്പ്രദായം വളരെ പണ്ട് മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. അടിമകൾ തങ്ങളെ പിടികൂടിയവർക്കെതിരെ കലാപം നടത്തിയിരുന്നു. അടിമകളാക്കിയ ആഫ്രിക്കക്കാർ അവരുടെ ഫ്രഞ്ച് കൊളോണിയൽ ഭരണാധികാരികളെ അട്ടിമറിച്ച ഹേദിയൻ വിപ്ലവം എല്ലാവർക്കും അറിയാം. 1791 മുതൽ 1804 വരെയാണ്. ഇത്തരം ശ്രദ്ധേയമായ കലാപങ്ങൾ അടിമത്തത്തിനെതിരായ പോരാട്ടത്തിലെ സുപ്രധാന നാഴികക്കല്ലുകളാണ്. 18ഉം 19ഉം നൂറ്റാണ്ടുകളിൽ ഉന്മൂലന പ്രസ്ഥാനങ്ങൾ യൂറോപ്പിലും അമേരിക്കയിലും ശക്തി പ്രാപിച്ചു. ബ്രിട്ടനിലെ വില്യം വിൽബർഫോഴ്സും അമേരിക്കയിലെ ഫ്രെഡറിക് ഡഗ്ലസും അടിമത്തത്തിന്റെ അന്ത്യത്തിനായി വാദിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. അടിമത്തത്തിന്റെ നിർമ്മാർജ്ജനത്തിനു വേണ്ടി പ്രക്ഷോഭണം നടത്താൻ പല സമിതികളും ഇംഗ്ലണ്ടിലും അമേരിക്കയിലും രൂപവൽക്കരിക്കപ്പെട്ടു.
ബ്രിട്ടീഷ് പാർലമെന്റിൽ ഈ വിഷയം ആദ്യം ഉന്നയിച്ചതും പ്രക്ഷോഭണത്തിന് നേതൃത്വം നൽകിയതും വില്യം വിൽബർഫോഴ്സ് ആയിരുന്നു. ബ്രിട്ടീഷ് പാർലമെന്റ് 1807 അടിമക്കച്ചവടം തടയുന്നതിനുള്ള നിയമം പാസാക്കി. ഡെൻമാർക്ക് 1792 അടിമക്കച്ചവടം നിർത്തലാക്കി. 1878 ഫ്രാൻസും 1815 പോർച്ചുഗലും അടിമക്കച്ചവടം തങ്ങളുടെ കോളനികളിൽ തടഞ്ഞു. അടിമക്കച്ചവടം നിർത്തിയതിനെ തുടർന്ന് നാനാദേശങ്ങളിലുമുള്ള അടിമകളുടെ സ്ഥിതി നന്നാക്കുന്നതിനും അവർക്ക് വിമോചനം കൊടുക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ വിൽബർഫോഴ്സ് മുതലായവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 1838 ബ്രിട്ടീഷ് ഗവൺമെന്റ് അടിമ സമ്പ്രദായം തന്നെ നിർത്തുന്ന നിയമം പാസാക്കി. 1878 പോർച്ചുഗലും 1827 മെക്സിക്കോയും ഇതേമാതിരിയുള്ള നിയമങ്ങൾ പാസാക്കിയിരുന്നു. യുഎസിലെ പല സ്റ്റേറ്റുകളിലും 1777 മുതൽ അടിമത്തം നിർത്തലാക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഇവയ്ക്ക് അടിമകളെ വടക്ക് നിന്ന് തെക്കൻ സ്റ്റേറ്റുകളിലേക്ക് മാറ്റുക എന്ന ഫലമേ ഉണ്ടായുള്ളൂ. തെക്ക് പള്ളിക്കാരും പാതിരിമാരും അടക്കം എല്ലാ വെള്ളക്കാരും അടിമ വിമോചനത്തിന് എതിരായിരുന്നു. തെക്കും വടക്കും തമ്മിലുള്ള ഈ വൈപരീത്യം അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിലും പ്രസിഡന്റ് ലിങ്കണിന്റെ ജീവബലിയിലും അവസാനിച്ചു. 1863 അമേരിക്കൻ നീഗ്രോ അടിമകൾക്ക് വിമോചനം ലഭിച്ചു. ഇതിനായുള്ള ഭരണഘടനാ മാറ്റം 1865 പാസാക്കിയത്. അമേരിക്കൻ നീഗ്രോകളുടെ ദേശീയതാ പൗരത്വ അവകാശ സമരം ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പറങ്കികളും മറ്റു യൂറോപ്യരും തുടങ്ങിയ അടിമക്കച്ചവടത്തിൽ കേരളീയരും വ്യാപൃതരായിരുന്നു. പരമ്പരാഗതമായ അടിമകളല്ലാതെ മറ്റുള്ള തിരുവിതാംകൂർ പ്രജകളെ നാട്ടിനകത്തോ പുറം രാജ്യങ്ങളിലോ വിപണനം ചെയ്യുന്നത് റാണി ലക്ഷ്മിബായി 1811 തടഞ്ഞു. ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെന്റ് 1843 അടിമ സമ്പ്രദായം നിർത്തലാക്കി. കൊച്ചി 1854 തിരുവിതാംകൂർ 1855 അടിമ സമ്പ്രദായം നിർത്തൽ ചെയ്തു. പല തത്വചിന്തകരും ഗവേഷകരും പറയുന്നത് ഭാവിയിൽ അടിമത്ത സമ്പ്രദായം തിരികെ വന്നേക്കാം എന്നാണ്. അങ്ങനെയൊന്ന് ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും വരാം. ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ.